ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോ നമ്മൾ വന്നിരിക്കുകയാണ്. നമ്മൾ B1 B2 വിസയെ കുറിച്ചുള്ള കുറേ വീഡിയോസ് നമ്മൾ കണ്ടു. പക്ഷെ ബി വൺ ബി ടു വിസ ആപ്ലിക്കൻസ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് പ്രൂവിങ് ടൈസ് ടു യുവർ ഹോം കൺട്രി. അതായത് നിങ്ങളുടെ നാട്ടിലേക്കുള്ള ബന്ധം, നാടുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവരുടെ മുമ്പിൽ എങ്ങനെ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് വീഡിയോ. പലരും B1 B2 വിസയെ കുറിച്ച് പറയും. ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ട്രിപ്പിനെ കുറിച്ചും അവിടുത്തെ ഐറ്റിനറി, അവിടുത്തെ ആരുടെ കൂടെ താമസിക്കുന്നു, അതിനൊക്കെയാണ് മുൻഗണന കൊടുക്കാറ്. പക്ഷേ ഒരു B1 B2 വിസ ഇന്റർവ്യൂ ഒഫീഷ്യലിന്റെ പ്രൈം ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടിലേക്കുള്ള ടൈസ് മെഷർ ചെയ്യുക. അതിൽ നിന്നായിരിക്കും അവരുടെ ഡിസിഷൻ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ട്രിപ്പോ ട്രാവലോ ഐറ്റിനറി അല്ല വിഷയം, നിങ്ങൾ പോകുന്ന ഫ്ലൈറ്റോ അതൊന്നും അല്ല വിഷയം. നിങ്ങളുടെ ഹോം കൺട്രി ആയിട്ടുള്ള സ്ട്രോങ് ടൈസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പം ടൈസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്, പലർക്കും പലതരത്തിലുള്ള ടൈസ് ആണ്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം. ടൈസ് ടു ഹോം കൺട്രി 4ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫാമിലി ടൈസ്, പ്രൊഫഷണൽ ടൈസ്, ഫൈനാൻഷ്യൽ ടൈസ്, സോഷ്യൽ ടൈസ്. ഈ 4 കാറ്റഗറിയിലാണ് നിങ്ങളുടെ ഹോം കൺട്രി ആയിട്ട് അല്ലെ ഹോം ലാൻഡുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള പ്രചോദനം അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ടൈസ് ആണ്. ഓക്കെ, ഫാമിലി ടൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സിൻ്റെ പ്രസൻസ് നാട്ടിലുണ്ടെങ്കിൽ അതൊരു സ്ട്രോങ് ടൈ ആണ്. പിന്നെ അതിന് തെളിയിക്കാനായിട്ട് നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഡോക്യുമെൻ്റ്, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ രേഖകൾ, അതൊക്കെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫാമിലി ടൈസ് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറയുന്നത് പ്രൊഫഷണൽ ടൈസ്. പ്രൊഫഷണൽ ടൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ഫ്രീലാൻസർ ആയിക്കോട്ടെ, നിങ്ങളൊരു MNCയിലെ എംപ്ലോയി ആയിക്കോട്ടെ, നിങ്ങളുടെ കംപ്ലീറ്റ് പേ സ്ലിപ്പ് അല്ലെങ്കിൽ കോൺട്രാക്ട് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ ജോബ് ഗ്യാരണ്ടി ലെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ലീവ് ആപ്ലിക്കേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കയ്യിൽ കരുതുക. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതാണ് പ്രൊഫഷണൽ ടൈസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫൈനാൻഷ്യൽ ടൈസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നാട്ടിൽ പ്രോപ്പർട്ടിയോ വീടോ അപ്പാർട്ട്മെൻറ്റോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് നിങ്ങൾ കരുതുക. അപ്പാർട്ട്മെൻറ്റ്സ് മാത്രമല്ലോ, നിങ്ങൾക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് വെഞ്ചർ ഉണ്ടെങ്കിലോ, അങ്ങനെ സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നാട്ടിലുണ്ടെന്നുള്ളതിനുള്ള പ്രൂഫ്, വിച്ച് ഇൻക്ലൂഡ്സ് ITR ഫയൽ ചെയ്ത ഇത്, കമ്പനിയുടെ പാർട്ണർഷിപ്പ് ഡീഡോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ ടൈസ് പ്രൂവ് ചെയ്യാനായിട്ട് ഉപകരിക്കും. പലർക്കും പല രീതിയിലാണ് കേട്ടോ. ഫ്രീലാൻസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കോൺട്രാക്ട്, അവരിപ്പോൾ ഉദാഹരണത്തിന് പല ഫ്രീലാൻസ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവരുടെ കോൺട്രാക്ട് ഡീറ്റെയിൽസ് മതിയാവും. പിന്നെ ITR ഫയൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ITRൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ടൈസിന് ഏറ്റവും വലിയ ഇതാണ്. ഇപ്പം പൈസ ഉള്ളവർ കറക്റ്റായിട്ട് പൈസ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റാത്തവർ മാത്രമേ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് എഡിറ്റ് ചെയ്യുക, ആ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാവും കേട്ടോ. അപ്പോൾ അതൊരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം അല്ല. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തുവാണ്, പിന്നെ ഫാമിലി ടൈസ് കഴിഞ്ഞു, പ്രൊഫഷണൽ ടൈസ് കഴിഞ്ഞു, ഫൈനാൻഷ്യൽ ടൈസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ സോഷ്യൽ ടൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ നാട്ടിലൊരു റോട്ടറി ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ SNDP യൂണിയൻ്റെ ചെയർമാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ NSSൻ്റെ ആക്ടിങ് പ്രസിഡൻ്റാണ്. അങ്ങനെ സോഷ്യലി ഇൻവോൾവ് ആയിട്ടുള്ള കമ്മ്യൂണലായിട്ടുള്ള ഓർഗനൈസേഷൻസ് ലൈക്ക് പാർട്ടി മെമ്പറാണ്, പാർട്ടി സെക്രട്ടറിയാണ്, കോൺഗ്രസിൻ്റെ TCC പ്രസിഡൻ്റാണ്. സോ അങ്ങനെ നാടുമായിട്ടും അല്ലെങ്കിൽ നാട്ടിലെ സോഷ്യൽ ലിവിങ്ങുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്ന മെമ്പർഷിപ്പുകൾ, അംഗത്വങ്ങൾ അല്ലെങ്കിൽ ലീഡർഷിപ്പ് പൊസിഷനുകൾ, ഈ പൊസിഷനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അത് ഇവരുടെ സോഷ്യൽ ടൈസിൽ പെടുത്താം. അതുപോലെ ഉദാഹരണത്തിന് ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് അസോസിയേഷൻ സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിൻ്റെ തെളിയിക്കുന്ന രേഖകളും നിങ്ങൾക്ക് സോഷ്യൽ ടൈസിൽ പെടുത്താം. അപ്പം നമ്മൾ 4 തരം ടൈസൊക്കെ ഉണ്ട്. ഇതാണ് 4 തരത്തിലും മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈസിൻ്റെ ഒരു ബേസിക് രൂപം. ഇപ്പോൾ 2 കേസ് സ്റ്റഡി നോക്കുക. ഒരു മാർക്കറ്റിംഗ് മാനേജർ, 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലിയിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ, അയാൾ ഇൻ്റർവ്യൂവിൽ ഒരു സ്റ്റേബിൾ ജോബ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് പേ സ്ലിപ്പ് ഉണ്ട്, ലീവ് ആപ്ലിക്കേഷൻ ഉണ്ട്, സാലറി സ്ലിപ്പ് ഉണ്ട്,
മോർഗേജിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ചിൽഡ്രൻ്റെ സ്കൂൾ റെക്കോർഡുണ്ട്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അയാളുടെ ഒരു സ്ട്രോങ് ടൈസ് പ്രൂവ് ചെയ്തു. ഇതൊരു ലൈവ് എക്സാമ്പിളാണ്. ഇങ്ങനെ പോയിട്ട് ആൾക്ക് വിസ അപ്രൂവ്ഡ് ആയി. സെക്കൻഡ് കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇതൊരു ലൈവ് എക്സാമ്പിളാണ്. ഇത് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഒരു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. പുള്ളി റിട്ടയർഡ് ആയിട്ട് പിന്നെ മകനെ കാണാൻ വേണ്ടി US പോകാൻ വേണ്ടി B1B2 വിസയ്ക്ക് അപ്ലൈ ചെയ്തതാണ്. പുള്ളിയുടെ പെൻഷൻ റെക്കോർഡ്സ് കൊടുത്തു, നാട്ടിലെ പ്രോപ്പർട്ടിയുടെ ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ പുള്ളിക്ക് നാട്ടിലെ ഒരു സോഷ്യൽ ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. സോ ഈ 3 കാര്യങ്ങൾ കൊണ്ട് പുള്ളിക്ക് വിസ അപ്രൂവ്ഡ് ആയി. അപ്പോൾ ഈ സ്ട്രോങ് ടൈസ് ഹോം കൺട്രി ആയിട്ട് ടൈസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയെന്നല്ല. നിങ്ങൾ ഈ ടൈസിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റോറി അതുമായിട്ട് സിങ്ക് ആയിരിക്കണം, റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ടു ദ എൻഡ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയും ഡോക്യുമെൻറ്റ്സ് ആൻഡ് സ്റ്റോറി ഫാൾ ഇൻ വൺ പ്ലേസ്, visa will be 100% approved. There's no question about that. So all the very best for you guys. Keep chasing your dreams. In case you need any help with the visa process, application, appointment, please send me a message in Telegram, and I will make sure that I will reply to your each message. Thank you again for the wonderful support, and I'm looking forward to seeing you all guys this year. Have a great new year. Bye bye.